ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്താണ് ഡാറ്റ ടൈപ്സ്, ഏതൊക്കെ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്സാണ് നമ്മൾ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ വേരിയബിൾസ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഡിക്ലറേഷനിലും അതുപോലെ തന്നെ ഇനീഷ്യലൈസേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഒരു കാര്യമാണ് ഈ ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ ആ ഡാറ്റ ടൈപ്പ് എന്താണ്, ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ വേരിയബിളിന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേരിയബിളിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വേരിയബിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഡാറ്റ പല ടൈപ്പിലും ആവാം. ചിലപ്പോൾ ഇൻറ്റീജർ ആവാം, ചിലപ്പോൾ ക്യാരക്ടർ ആവാം, ചിലപ്പോൾ ഫ്ലോട്ട് ആവാം, ചിലപ്പോൾ ഡബിൾ ആവാം, ബൂളിയൻ ആവാം, ഏത് ടൈപ്പും ആവാം. അപ്പോൾ ഏത് ടൈപ്പാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട് നമുക്കൊരു ചാർട്ടായിട്ട് ഇവിടെ കാണാം. വാല്യൂ ഡാറ്റ ടൈപ്സ് ഉണ്ട്, പോയിൻ്റർ ഡാറ്റ ടൈപ്പ് ഉണ്ട്, റെഫറൻസ് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് വാല്യൂ ഡാറ്റ ടൈപ്പ് തന്നെ രണ്ട് രീതിയിലുണ്ട്. പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഏതൊക്കെയാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഓൾറെഡി സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റ ടൈപ്സ്? ഇൻറ്റീജർ, ബൂളിയൻ, ഫ്ലോട്ട്, എക്സെട്ര. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സിനകത്തോ എന്യൂമറേഷൻ, സ്ട്രക്ചേഴ്സ്, എക്സെട്ര. അതുപോലെ റെഫറൻസ് ഡാറ്റ ടൈപ്പിനകത്തും രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സും ഉണ്ട്. ഏതൊക്കെയാണ് റെഫറൻസിനകത്തുള്ള പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്? ഒബ്ജക്ട്സ്, സ്ട്രിങ്സ്, എക്സെട്ര. എന്നാൽ യൂസർ ഡിഫൈനകത്ത് വരുന്നതോ ക്ലാസ്സസും ഇൻ്റർഫേസൊക്കെയാണ്. പിന്നെയുള്ള മൂന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ പോയിൻ്റർ ഡാറ്റ ടൈപ്പ്. അതിനകത്ത് പോയിൻറ്റേഴ്സാണ് ഉണ്ടായിരിക്കുക. അത് നമ്മൾ അഡ്രസ്സാണ് അവിടെ മീൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഒരു ടേബിൾ നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? വാല്യൂ ഡാറ്റ ടൈപ്പാണ്. അതിനകത്തുള്ള ഡാറ്റ ടൈപ്സാണ് ഷോർട്ട്, ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, എക്സെട്ര. പിന്നെ വരുന്ന ഒരു ടൈപ്പാണ് റെഫറൻസ് ഡാറ്റ ടൈപ്പ്. അതിനകത്ത് സ്ട്രിങ്, ക്ലാസ്, ഒബ്ജക്റ്റ്, ഇൻ്റർഫേസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പോയിൻ്റർ ഡാറ്റ ടൈപ്പിനകത്ത് എന്താണ് വരുന്നത്? പോയിൻറ്റേഴ്സാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഡാറ്റ ടൈപ്പും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റാണ് വാല്യൂ ഡാറ്റ ടൈപ്പ്. ഈ വാല്യൂ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ വേരിയബിളിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് തന്നെയാണ്. അതിനകത്ത് ഡയറക്റ്റ് വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം അടുത്തുള്ളതിനൊക്കെ ഡിഫറൻസുകളുണ്ട്. റെഫറൻസിൻ്റെ കേസിൽ വരുമ്പോൾ ജസ്റ്റ് റെഫറൻസ് ഉണ്ടായിരിക്കുള്ളൂ. പോയിൻറ്റേഴ്സിൻ്റെ കേസിൽ അവിടെ അഡ്രസ്സാണ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ ഡയറക്റ്റ് വാല്യൂ ആണ് ഉണ്ടാവുക. അത് ഇൻറ്റീജർ ബേസ്ഡ് ആവാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ബേസ്ഡും ആവാം. നമ്മളുടെ സി ഷാർപ്പ് ലാംഗ്വേജിനകത്ത് സൈൻഡ് ആയിട്ടുള്ള ലിറ്ററൽസും അൺസൈൻഡ് ആയിട്ടുള്ള ലിറ്ററൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റീജറൊക്കെ ആകുമ്പോൾ ഏത് ടൈപ്പിലുള്ളതും ആവാമല്ലോ, സൈൻഡ് ആവാം, അൺസൈൻഡ് ആവാം. നമ്മളുടെ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് രണ്ട് ടൈപ്പിലുള്ള വാല്യൂ ഡാറ്റ ടൈപ്പാണുള്ളത്. നമ്മൾ നേരത്തെ ആ ടേബിളിനകത്തും ചാർട്ടിനകത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് കാര്യങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. നമുക്കറിയാലോ, അപ്പോൾ ഇങ്ങനെ തിയറി ആയിട്ട് വായിക്കുന്നതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്കൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വരച്ച് വെച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ നോട്ടിലേക്ക് അതൊക്കെ വരച്ച് വെക്കാവുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ കഴിയും. പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനകത്ത് ഇൻറ്റീജർ വരും, ബൂളിയൻ വരും, ഫ്ലോട്ട് വരും. ഇതൊക്കെ നമ്മൾ വേരിയബിളിനകത്ത് എക്സാമ്പിൾ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ കണ്ടതുമാണ്. പിന്നെ വരുന്നത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. അതിനകത്ത് സ്ട്രക്ചർ, എന്യൂമറേഷൻസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ 32 ബിറ്റിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ 64 ബിറ്റിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആകുമ്പോൾ ഇതിനകത്തുള്ള ഡാറ്റ ടൈപ്സിൻ്റെ മെമ്മറി സൈസിനകത്തും ചേഞ്ചസ് ഒക്കെ വരാവുന്നതാണ്. പിന്നെ വരുന്നതാണ് അടുത്ത ഡാറ്റ ടൈപ്പ്, അതായത് റെഫറൻസ് ഡാറ്റ ടൈപ്പ്. ഈ റെഫറൻസ് ഡാറ്റ ടൈപ്പിനകത്ത് ഡയറക്റ്റായിട്ട് ആക്ച്വൽ ഡാറ്റ വേരിയബിളിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അതിനകത്ത് വേരിയബിളിലേക്കുള്ള റെഫറൻസാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു, നമ്മളുടെ വാല്യൂ ഡാറ്റ ടൈപ്പിനകത്ത് ഡയറക്റ്റ് വാല്യൂ കിടക്കുമ്പോൾ ഇവിടെ റെഫറൻസ് ടു വേരിയബിളാണ് ഉണ്ടായിരിക്കുക. അതാണ് റെഫറൻസ് ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു വേരിയബിളിനകത്തുള്ള ഡാറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളിനെ കൂടെ അത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ വാല്യൂ അതിനകത്ത്
ചേഞ്ച് വരും. ആ ചേഞ്ച് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ റെഫറൻസ് ഡാറ്റ ടൈപ്പിൻ്റെ പ്രത്യേകത. എന്നാൽ വാല്യൂ ഡാറ്റ ടൈപ്പിനകത്ത് എന്തായിരുന്നു, നമ്മളൊരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിന് മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വേരിയബിളിനകത്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളിനെ കൂടി അത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യും. ബിക്കോസ് റെഫറൻസ് വേരിയബിൾസ് ആയിട്ടാണ് ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇവിടെയും 2 ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതായത് റെഫറൻസ് ഡാറ്റ ടൈപ്സ് 2 രീതിയിലുണ്ട്. പ്രീ ഡിഫൈൻഡും ഉണ്ട്, യൂസർ ഡിഫൈൻഡും ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ആയിട്ട് വരുന്നത് ഒബ്ജക്ട്സും സ്ട്രിങ്ങും ഒക്കെയാണ്. യൂസർ ഡിഫൈൻഡ് കേസിൽ വരുന്നത് ക്ലാസ്സസും ഇൻ്റർഫേസും ഒക്കെയാണ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഡാറ്റ ടൈപ്പാണ് പോയിൻ്റർ ഡാറ്റ ടൈപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പുമാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലൊക്കേറ്റർ ഓർ ഇൻഡിക്കേറ്റർ. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഒരു വാല്യൂവിൻ്റെ അഡ്രസ്സിലേക്ക് പോയിൻ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പോയിൻറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ അത്രയും വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ, ആപ്ലിക്കേഷൻസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് വരുന്ന ഒരു കാര്യമാണിത്. കാരണം മെമ്മറി ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോയിൻറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം, പോയിൻ്ററിനകത്ത് അഡ്രസ്സാണ് ഉണ്ടായിരിക്കുക, ഡയറക്റ്റ് വാല്യൂ അല്ല ഉണ്ടായിരിക്കുക. വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ അഡ്രസ്സാണ് ഈ പോയിൻ്ററിനകത്ത് ഉണ്ടായിരിക്കുക. അത് ജസ്റ്റ് ഡയഗ്രമാറ്റിക്കായിട്ട് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 സിമ്പിൾസാണ് പറയാനുള്ളത്. ഒന്ന് ആംപർസാൻഡ് സിമ്പിളും പിന്നെ ഒന്ന് ആസ്റ്ററിക്സ് സൈനുമാണ്. ഈ ആംപർസാൻഡ് സൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അഡ്രസ് ഓപ്പറേറ്ററാണ്. നമുക്കിപ്പോൾ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ആസ്റ്ററിസ്ക് സൈനാണ്. ഇതൊരു ഇൻഡയറക്ഷൻ ഓപ്പറേറ്ററാണ്. നമുക്കൊരു അഡ്രസ്സിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാനാണ് നമ്മൾ ഈ ആസ്റ്ററിസ്ക് സൈനൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ആസ്റ്ററിസ്ക് സൈൻ ആയിരിക്കും. പിന്നെ നമ്മൾ വാല്യൂ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംപർസാൻഡ് സൈനും യൂസ് ചെയ്യും. ദ പോയിൻ്റർ നമ്മൾ ഇതിനകത്ത് C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് പോയിൻറ്റേഴ്സ് ഡിക്ലെയർ ചെയ്യുന്നത് ഞാൻ ടേബിൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ആസ്റ്ററിസ്ക് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻറ്റ് സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിൻ്റെ പോയിൻ്ററാണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്യാരക്ടറിൻ്റെ പോയിൻ്ററാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ടൈപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് വാല്യൂ ഡാറ്റ ടൈപ്പ്, പിന്നെ ഒന്ന് റെഫറൻസ് ഡാറ്റ ടൈപ്പ്, പിന്നെ ഒന്ന് പോയിൻ്റർ ഡാറ്റ ടൈപ്പ്. ഇതിനകത്ത് വാല്യൂ ഡാറ്റ ടൈപ്പ് 2 രീതിയിലുണ്ട്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും ഉണ്ട്. അതുപോലെ റെഫറൻസ് ഡാറ്റ ടൈപ്പ് 2 രീതിയിലുണ്ട്. പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും ഉണ്ട്. വാല്യൂ ഡാറ്റ ടൈപ്പിനകത്ത് ഡയറക്റ്റ് വാല്യൂ ആണ് ആ ഡാറ്റ ടൈപ്പ് ഹോൾഡ് ചെയ്യുക. എന്നാൽ റെഫറൻസ് ഡാറ്റ ടൈപ്പിനകത്ത് റെഫറൻസ് ആണ് ഉണ്ടായിരിക്കുക, വേരിയബിളിലേക്കുള്ള റെഫറൻസ് ആണ് അത് ഹോൾഡ് ചെയ്യുക. പിന്നെ പോയിൻ്റർ ഡാറ്റ ടൈപ്പിനകത്തോ പോയിൻ്ററാണ് ഉണ്ടായിരിക്കുക, അതായത് അഡ്രസ് ഓഫ് ദി വാല്യൂ അല്ലെങ്കിൽ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് C#നകത്തുള്ള ഡാറ്റ ടൈപ്പിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.